പിതാവിനും പുത്രനും പരിശുദ്ധറുവായിക്കും സ്തുതി യാതൊന്നും ഒന്നേക്കും തന്നെ ആമേൻ. വന്ദനായ റമ്പാശൻ, വൈദിക സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച ആരാധന അണപ്പാൻ വേണ്ടി, അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഏവരുമേ ദൈവനാമത്തിൽ മഹത്വം. ഈ ആലയത്തിൽ ഒരിക്കൽ കൂടെ വന്ന വിശുദ്ധ ബലി അർപ്പിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുക. വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ രക്ഷകന്റെ ജന്മദിവസത്തിനുള്ള ഒരുക്കത്തിന് നമ്മൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നോമ്പിലേക്ക് നാം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രവേശിപ്പാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വാക്യങ്ങളാണ്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല വാക്ക് കേൾക്കുന്ന 2 ദമ്പതികൾ. ദൈവസന്നിധിയിൽ നിന്ന് നല്ല വാക്ക് കേൾക്കുന്ന ദമ്പതികളായ 2 പേരെ കാണുവാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായിരുന്നു. 6-ാം വാക്യമാണ് പറയുന്നത്. നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായിരുന്നു, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പം ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള 2 വ്യക്തികളെ കർത്താവ് വരച്ചു കാണിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്നതും പ്രത്യേകിച്ച് പരിശുദ്ധനായ പരമല തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ഒരു പുണ്യവാനെ സഭയ്ക്ക് നൽകിയ ഒരു പുണ്യപുരുഷന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതും സക്രിയ മാതാപിതാക്കളുടെ ദിവസമാണ്, പേരൻസ് ഡേ ആണ്. ഒരു മാതാവും പിതാവും എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് ആദ്യ വാക്ക് തന്നെ. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും നിഷ്ഠയോടും ജീവിതശൈലങ്ങളോടും കൂടെ കുറ്റമില്ലാത്തവരായി ജീവിച്ചവരായി. നമ്മൾ സ്വയം നമ്മെ ഒന്ന് വിലയിരുത്തി നോക്കുവാനുള്ളൊരു ഭാഗം. പരിശുദ്ധനായ പരമല തിരുമേനിയുടെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ആ പുണ്യവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സക്കറിയ പുരോഹിതനും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ഈ 2 പേർക്കും, പരിശുദ്ധനായ പരമല തിരുമേനിക്കായാലും സക്കറിയ പ്രവാചകനായാലും, ഈ ഒരു നൽവരം കെട്ടിയത് നീതിയുള്ളവരും കുറ്റമില്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ കുടുംബമായി ജീവിക്കുമ്പോൾ, അല്ലെ വ്യക്തികളായിട്ട് ജീവിക്കുമ്പോൾ, സമൂഹങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആരാധനയോടുകൂടെ, നോമ്പനുഷ്ഠാനങ്ങളോടെ, ഉപവാസത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു പേരാണ് ഇവര് നല്ലവരാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഈ നല്ലവനെന്നുള്ള വിളി കേൾക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും ദിവസവും ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ആരിൽ നിന്ന്? അത് അവിടുത്തെ ചോദിച്ചത് അല്ലേ? ആരിൽ നിന്ന് നല്ലവെന്നുള്ള വിളി കേൾക്കണം? അടുത്തുള്ള ആളിൽ നിന്ന്, അല്ലേ? മറ്റുള്ളവനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നമ്മുടെ ചില ക്രിയകളും ചില പ്രവൃത്തികളും ചട്ടങ്ങളും, അത് നമുക്ക് എന്ത് നഷ്ടം വന്നാലും, വേദോസ്തല കാര്യവിചാരന്റെ കാര്യം പറയുന്നുണ്ട്, ആ സ്ഥാനത്ത് തന്നെ മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞാനെല്ലാം എഴുതുവാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞ പോലെ, മറ്റുള്ളവർക്ക് നഷ്ടങ്ങളോ കോട്ടങ്ങളോ വന്നാലും വേണ്ടില്ല, ഞാൻ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ പലപ്പോഴും ഒരു പ്രകടനമായിട്ട് ദേവാലയത്തിൽ വരികയും ആരാധിക്കുകയും ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സ്ഥിതിയല്ലേ എൻ്റെയും നിങ്ങളെന്ന് പ്രത്യേകിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ആഴം കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, നമുക്കറിയാം. സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ
ജനമെല്ലാം പുറത്ത് പ്രാർത്ഥനാപൂർവ്വം ഇരുന്നു. നമ്മളാണ് എന്തോ ചെയ്തേനെ? സക്കറിയാ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ കഴിപ്പാൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ ജനമെല്ലാം പ്രാർത്ഥന നിരതരായിട്ട് പുറത്ത്, ദേവാലയത്തിനകത്ത് അല്ലെങ്കിൽ പുറത്ത് ഇരുന്നു. നമ്മളെന്ത് ചെയ്തേനെ? കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേനെ അല്ലേ? ആരുടെയെങ്കിലുമൊക്കെ നന്മയോ തിന്മയോ ചെയ്തതോ കുറവോ കുറ്റങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. സമൂഹമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കാണ്, ആരാധനയ്ക്കാണ്, കുടുംബാരാധന കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സമൂഹ ആരാധനയ്ക്കാണ്. വൈദികൻ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കത്തിന് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്തവ്യം, ദൈവമേ അനുഗ്രഹകരമായി ഈ ആരാധന നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ ഏവരെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് നമ്മൾ നിൽക്കേണ്ടത്. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് സക്കറിയാ പുരോഹിതന് ദൈവത്തിന് ഈ നല്ല വാക്കിനിടയായി തീർന്നത്. നല്ല മാതാപിതാക്കൾക്ക് നല്ല സന്താനങ്ങൾ ലഭിക്കും അല്ലേ? അവരവർക്ക് തന്നെ സംശയമാണ്, ഞാൻ നല്ലതാണോന്നല്ലേ? ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയേ. ഞാൻ നല്ലതാണോന്ന് അവരവർക്ക് തന്നെ സംശയമാണ്. ചിന്തിച്ചു നോക്കണം. കുറച്ച് സാമ്പത്തികം ഉണ്ടായിട്ടോ കുടുംബ പാരമ്പര്യം ഉണ്ടായിട്ടോ ആഠ്യത്തോടുകൂടി ഞാൻ ഇന്നടുത്ത് ഇന്നതാണ്, ഇന്ന വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാൽ നീതിയും ന്യായമുള്ളവനായ ദിവസത്തിൽ വരികയില്ല. ദൈവം തരുന്ന കൃപകളാണ് ഇതൊക്കെയും. കുടുംബ പാരമ്പര്യമായാലും ശരി, വിദ്യാഭ്യാസമായാലും ശരി, സൗന്ദര്യമായാലും ശരി, ധനസമ്പത്തായാലും ശരി, ഇതൊക്കെ ദൈവം തരുന്നതാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള കടപ്പാട്, വിളിച്ചപേക്ഷിക്കാനുള്ള കടപ്പാട്, ആരാധനയിൽ മുടക്കം കൂടാതെ സംബന്ധിക്കാനുള്ള കടപ്പാട്, നോമ്പനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടുകൂടെ ചിട്ടയോടുകൂടെ ചെയ്യുവാനുള്ള കടപ്പാട്. പരിശുദ്ധനായ പരമത്തിരുമയുടെ കബറിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ആ പിതാവ് എപ്രകാരം ജീവിച്ചോ അത് നമുക്ക് കുറച്ചെങ്കിലും ജീവിതത്തിൽ ആക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്നുവെങ്കിൽ, ഈ ഓരോ ആഴ്ചയിലും ഓരോ പിതാക്കന്മാരെ കുറിച്ചും ദൈവവചനങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ, അത് എന്നിലുള്ള കുറവാണ്, അത് ഞാൻ പൂർത്തീകരിച്ച് നിഷ്ഠയോടുകൂടെ ചിട്ടയോടുകൂടി ആരാധനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ചിന്താഗതി നമ്മൾ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഈ ആരാധനയ്ക്ക് പ്രസക്തിയുള്ളൂ, ഈ വിശുദ്ധ കുർബാനയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇമ്പമായി പാടിയാലും കൊയറ് വെച്ചായാലും കൊയറില്ലെങ്കിലും, ശബ്ദം ഉച്ചത്തിലായാലും ശബ്ദം കുറച്ചായാലും, ഹന്നാ പ്രവാചക ഉച്ചത്തിലൊന്നും പ്രാർത്ഥിച്ചില്ല. തനിക്കൊരു മകൻ ലഭിക്കാൻ വേണ്ടി ചിറി അനക്കിയത് മാത്രമേ ഉള്ളൂ. ഇന്നെല്ലാവർക്കും ശബ്ദമുണ്ടെങ്കിൽ പ്രാർത്ഥന വരുന്ന ചിന്താഗതി കാലഘട്ടമാണ് അല്ലേ? ഹന്നാ പ്രവാചകി ചിറി മാത്രമേ അനക്കുകയുള്ളൂ. രാവിലെ വായിച്ചു കേട്ടതാ പഴയ നിയമത്തിൽ. നമുക്ക് എന്തുവാ? ഇച്ചിരി അനക്കോ, ഇച്ചിരി ബഹളോ, ഇച്ചിരി കൊട്ടും, ഇച്ചിരി താളോ അല്ലേ, ഇച്ചിരി മുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആത്മാവ് കയറും എന്നുള്ള ചിന്തിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ ഹന്നാ പ്രവാചകനെ കുറിച്ച് പറയുന്ന ശൗമേൽ പ്രവാചകനെ കിട്ടാൻ വേണ്ടി ഹന്ന ആലയത്തിൽ നിരന്തരമായി താൻ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും തന്റെ രക്ഷകനെ കുറിച്ചും പൂർണ്ണമായ വിശ്വാസമാണ് ഹന്നായിക്ക് അവിടെ കിട്ടിയത്. അവൾ പ്രാർത്ഥിച്ച് എന്താണോ, എന്ത് കനിഞ്ഞോ അത് ഏലി പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ലഭിക്കട്ടെ, ദൈവം നിനക്ക് നൽകട്ടെ. അല്ല, അവിടെ കൊട്ടും മേളോ ഒന്നുമില്ലായിരുന്നു. ഇന്ന് നിരത്തി കൺവെൻഷനാണ്, കൂട്ടായ്മകളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥന, എല്ലാ ദിവസവും അത് വീട്ടിൽ പ്രാർത്ഥനയില്ല. ഉണ്ടോ? എല്ലാ ദിവസങ്ങളും പ്രാർത്ഥനയാണ്. ശനിയും വെള്ളിയും ഞായറും ബുധനും എല്ലാം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞെന്തോ പരിപാടി? അന്യോന്യം കുറ്റങ്ങൾ പറയുക. അവള് ശരിയല്ല, അവൾ ശരിയല്ല, അവിടുത്തെ ഇവിടെ കുഴപ്പമാണ്, അവിടെ കുഴപ്പമാണ്. ഇത് ആരവനെ കേൾക്കുന്നേ? ദൈവം എങ്ങനെ കേൾക്കും? നീ നിന്നെ തന്നെ സ്വയം പരിശോധിക്കുകയോ നിന്നെ തന്നെ വിലയിരുത്തുകയോ നിന്നെ തന്നെ നോക്കുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൺവെൻഷൻ നടത്തിയാലും, എത്ര ബഹളങ്ങൾ നടത്തിയാലും ദൈവം പ്രസാദിക്കത്തില്ല. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമായിട്ടില്ല. ഞാൻ ഈ സഭയിൽ നിന്നിട്ടാണ് എനിക്ക് അനുഗ്രഹമൊന്നും ലഭിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയമായിട്ട് നമ്മിലേക്ക് നോക്കണം. ഞാൻ എവിടെ നിൽക്കുന്നു? എന്താണ് എൻ്റെ പ്രവർത്തന രീതികൾ? എത്രമാത്രം ചിട്ടയോടാണ് ഞാൻ ക്രിസ്തുവിന് ചേർന്ന് ജീവിക്കുന്നത്?
അതാ ഞാൻ പറഞ്ഞത്, ഇഷ്ടം പോലെ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ സ്വന്തം ഭവനത്തിൽ ഇന്ന് പ്രാർത്ഥനയില്ല. ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ? ഇന്ന് രാവിലെ കുടുംബത്തിൽ പ്രാർത്ഥന എത്ര വേണ്ട? മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ. ഇന്ന് പരിമലപ്പള്ളി പോവാ, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയിലോട്ടല്ലേ പോകുന്നത്. നീണ്ട 2 മണിക്കൂർ അച്ഛൻ ഇനിയും കസർത്തും, ഞങ്ങൾ ഇവിടുന്ന് ആമ്യം പറയും, അല്ലെ കുറിയലായുസം പറയും, അല്ലെ വാ അടച്ചു വെക്കും, ഞങ്ങൾ വരും. ഇത് ഇതിനു വേണ്ടി ഞാൻ പോവല്ലേ? ഇനിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് വീട്ടിൽ ഇല്ലേ? എല്ലാവരും സ്വയം ചിന്തിച്ചു നോക്കി, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചോ? ഇതല്ലേ നമ്മുടെ അവസ്ഥ? കുടുംബ ആരാധന ഇന്ന് നമ്മളിൽ നിന്ന് വളരെ നഷ്ടപ്പെട്ടു പോയി. പിതാക്കന്മാർക്കൊക്കെ അനുഗ്രഹം ലഭിച്ചതും കൃപ ലഭിച്ചതും നന്മ ലഭിച്ചതും ഒക്കെയും ദൈവസന്നിധിയിൽ ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ദൈവവുമായിട്ട് നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടാണ്. അബ്രഹാമിനും സാറായിക്കും പ്രായാധിക്യത്തിലാണ് മക്കൾ കിട്ടിയത്. നിരന്തരമായ പ്രാർത്ഥനയാണ്. ദൈവം പറഞ്ഞ ഒരു കാര്യത്തിനും പിറുപിറുപ്പില്ലാതെ, പരാതിയില്ലാതെ കിട്ടിയ മകനെ യാഗം അർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴും നീ എനിക്ക് ഒന്നിനെ തന്നുള്ളല്ലോ എന്ന് പറഞ്ഞില്ല അല്ലേ? ഇന്ന് ദൈവ ശുശ്രൂഷയ്ക്കോ ദൈവ കാര്യങ്ങൾക്കോ വിടാൻ പറഞ്ഞാൽ പറയും, അച്ഛോ ആകെ ഒന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ യാഗം അർപ്പിക്കാൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ എനിക്ക് ഒന്നേ തന്നുള്ളല്ലോ, ഇതിനെ ഞാൻ എങ്ങനെ അർപ്പിക്കും ചോദിച്ചില്ല. ധൈര്യമായിട്ട് എൻ്റെ ദൈവം തന്നവനെ അതിനെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, അവനൊരു ചിന്തയുണ്ട്, അത് അവൻ പൂർത്തീകരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അബ്രഹാം പോയത്. നമ്മുടെയൊക്കെ ഇത് നമ്മുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ കൃപ കൊണ്ടും ഒക്കെ ലഭിച്ചതായി ഇത് കൊടുക്കാനൊക്കെ. അവസാനം വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അവനെ ഓർത്ത് കരയുക. ഇവിടെ മുമ്പേ കരഞ്ഞു, എനിക്കൊരു മകൻ വേണമല്ലോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ സഖറിയായും ഏലിസബേത്തും നിരന്തരമായി ദൈവസന്നിധിയിൽ കരഞ്ഞു, മക്കൾ ലഭിക്കുന്നതിന് മുമ്പേ ഇല്ലേ? ഇപ്പൊ നമ്മൾ മക്കൾ ലഭിക്കുന്ന കരയത്തില്ല, മക്കൾ ലഭിച്ച ശേഷം മക്കളെ കുറിച്ച് കരയുക. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓർത്ത് അവരുടെ കുടുംബത്തിലെ മക്കളുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. മക്കൾ ജനിച്ചതിന് ശേഷം വളർത്തി ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ യൗവന ചിത്തനായി കഴിയുമ്പോൾ പിന്നെ അവനെ ഓർത്ത് കരയുക അല്ലെ? അവളെ ഓർത്ത് കരയുക. എൻ്റെ സന്തതി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതല്ലേ നമ്മൾ പറയുന്ന വാക്ക്. ഓർത്തു നോക്കിയേ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം തരുന്നതിനെ അല്ലെ ദൈവം ലഭിക്കുന്ന പ്രാർത്ഥനാപൂർവ്വം വാങ്ങിക്കാൻ പഠിക്കണം. പ്രാർത്ഥനയോടുകൂടെ വേണം. ദൈവം തന്നതാണ്, ദാനമാണ്, ദൈവത്തിന് ദാനമാണെന്ന് ഓർക്കണം. ആ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സമൂഹ ജീവിതം, എവിടെ ഏത് കാര്യം ജീവിച്ചാലും ആ നിഷ്ഠയോട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ പരിശുദ്ധന്റെ അടുക്കൽ വന്നിട്ടോ എന്നും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടോ എന്നും പ്രാർത്ഥന നടത്തിയിട്ടോ, ഇനിയിപ്പം കൺവെൻഷന്റെ കാലഘട്ടം ഞാൻ പറഞ്ഞു കേട്ടോ, ഡിസംബർ വേറൊന്നും ചിന്തിക്കേണ്ട, കൺവെൻഷൻ നടത്തിയിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ദൈവത്തെ എൻ്റെ ഉള്ളിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആലയമാകുന്ന എന്നിൽ അവന് വസിക്കുവാൻ, അവന് പാർക്കുവാൻ, അവന് കുടിക്കൊള്ളുവാൻ ഒരിടം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. അച്ഛാ, ഇത് കുറച്ചാൾ ഞങ്ങൾ കേട്ടത് അച്ഛൻ്റെ ഈ പടക്കം 6 വർഷം അല്ലേ? ഇനി പക്ഷെ വീണ്ടും ഒരു ഇടയ്ക്ക് വന്നൊരു പറച്ചിൽ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങളിതൊക്കെ ചെയ്യൂ അല്ലേ? ഇതൊക്കെ ചിന്തിക്കുന്നവർ കാണും. ഇവിടെ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ദൈവത്തോടു കൂടെ ചെയ്യുമ്പോൾ മക്കൾ ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ദൈവം തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് വിഷാദിച്ച് കരയേണ്ടത് നമുക്ക് വരികയില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കരയുന്ന അവസ്ഥയാണ് അല്ലേ? മക്കളുണ്ട് നമുക്ക്, എന്ത് പ്രയോജനം? ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ നമുക്ക് ആ ദൈവസന്നിധിയിൽ വിടുന്നതിനെക്കാട്ട് ഉത്സാഹം കുഞ്ഞിൻ്റെ സെക്കുലർ കാര്യങ്ങൾക്ക് വിടുന്നതാണ്. ഇതല്ലേ നമുക്കിഷ്ടം. പക്ഷേ ഇതിനൊക്കെ നയിക്കുന്ന ഒരുത്തനുണ്ട്, ഇതിനൊന്ന് ശാശ്വതമായ ഒരു സമാധാനം. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഒക്കെ കേന്ദ്രങ്ങളിൽ വൃദ്ധഭവനങ്ങൾ വർദ്ധിക്കുന്നത്. വിദ്യ കൊടുക്കുന്നുണ്ട്, ദൈവത്തെ കൊടുക്കുന്നില്ല. വിദ്യ കൊടുക്കുന്നുണ്ട്, ദൈവത്തെ നൽകുന്നില്ല നമ്മളാരും. അതുകൊണ്ടാണ് ഇന്ന് വൃദ്ധഭവനം ഉണ്ടാകുന്നത്. എന്നാൽ എൻ്റെ ചിന്താഗതി, നമ്മളൊക്കെ വൃദ്ധഭവനത്തിന് കാശ് കൊടുക്കാനും തയ്യാറുള്ളവരാ. പക്ഷെ അത് ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ വേണേൽ പറയും. അത്ര അച്ഛന്മാർ കേട്ടോ ഇപ്പോൾ എന്നെ ക്രൂശിക്കറ്റും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക,
ഞാൻ ഇവിടെ വായിച്ചു, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസോടിരിക്കാനുമായിട്ട് നിന്റെ അപ്പനെയും അമ്മയും വൃദ്ധഭവനത്തിൽ വിടുക, അല്ലേ? അങ്ങനെയല്ലേ തെക്കുവശത്ത് വായിച്ചേ? നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസോടിരിക്കാനുമായിട്ട് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇതാണോ? സുവിശേഷം പ്രസംഗിക്കുന്ന ഞാനും അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ളവരും താഴെയുള്ളവരും ഉള്ള ജോലി എന്തോ ചെയ്യുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന്. ഇതുകൊണ്ടാണ് നമുക്കിന്ന് സമാധാനം ഉണ്ടാകുക. പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും മക്കളെ ആ വഴി നയിക്കുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല, യാതൊരു ജീവിതവുമില്ല. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ദൈവസന്നിധി പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന രണ്ടുപേര്, സഖറിയായും എലിസബത്തും, സാറായും അബ്രഹാം. ഹന്നാ പ്രവാചകി തന്റെ ചിറി കൊണ്ട് അനക്കതയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കുക. ഇന്ന് പല കൂട്ടായ്മയ്ക്ക് ഓടുന്നവരാ, അവിടെ വരുന്ന ഇവിടെ വരുന്ന മറ്റിടത്ത് വരുന്ന നമ്മൾ ഓടുന്നവരാ. നമ്മളൊക്കെ ഈ കൊട്ടൊന്നും വേണ്ട. വേദപുസ്തകം ശരിക്കും വായിച്ച് പഠിച്ചാൽ, നമ്മുടെ ആലയത്തിൽ വന്നു നിന്നാൽ, നിന്റെ ഭവനത്തിൽ നീ ഒരു പാ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞാലും നീ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് വെറുപെറുത്താൽ, ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചെറിയാനയ്ക്ക് സംസാരിച്ചാൽ ദൈവം അത് കേൾക്കും. പക്ഷെ അതിന് നമുക്ക് സമയമില്ല. ഉണ്ടോ? നമ്മുടെ വീട്ടിലൊരു മണ്ടം പെട്ടി ഇരിപ്പുണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് വേണ്ടായോ നമുക്ക് വേറെ കാര്യം ചെയ്യാൻ, അല്ലേ? നമുക്ക് ഇച്ചിരി സമയം ഫ്രീ കിട്ടിയാൽ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പോഴോ അതിൻ്റെ മുന്നേ പോയിരിക്കും, അവിടെ കണ്ണുനീര് പൊഴിക്കും, അല്ലേ? കുഞ്ഞിന് വേണ്ടിയോ, ദൈവസന്നിധിയിൽ സമൂഹത്തിന് വേണ്ടിയോ, സഭയ്ക്ക് വേണ്ടിയോ, ഇടവകയ്ക്ക് വേണ്ടിയോ, സഹോദരന് വേണ്ടിയോ, സഹോദരിക്ക് വേണ്ടിയോ, മാതാപിതാക്കൾക്ക് വേണ്ടിയോ കണ്ണുനീരൊഴുക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടോ? ആരെങ്കിലും അവൻ്റെ കഴിവുകൊണ്ട് എഴുതിയ കഥ കണ്ടിട്ട് കണ്ണുനീരൊഴുക്കും. ഇതൊക്കെ പ്രാർത്ഥനയില്ലാത്തതിൻ്റെ അവസ്ഥയാണ്. പ്രാർത്ഥന നമ്മുടെ വീട് ഭവനങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവസന്നിധി പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ആരാധിക്കുന്ന കുടുംബം, നോമ്പ് നോക്കുന്ന കുടുംബം, ഉപവസിക്കുന്ന കുടുംബം, നിഷ്ഠയോടുകൂടെ സന്ധ്യയിലും പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും അതിൽ ഉപരിയായിട്ടൊന്നും വേണ്ട, വേറൊരിടത്തും നമ്മൾ പോകണ്ട. അതാണ് ഏറ്റവും വലിയ ഭക്തി, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചത്, സക്കറിയ പ്രവാചകൻ പ്രായാധിക്യത്തിലായപ്പോഴും മക്കളില്ലാഞ്ഞിട്ട് എങ്ങും പോയില്ല, ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു. അബ്രഹാം അത് തന്നെ, ഹന്ന അത് തന്നെ. ഇതെല്ലാം നമ്മൾ വേദപുസ്തകം വായിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരം ഒരു ജീവിതം കർത്താവിന്റെ ജന്മപെരുന്നാളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതിന്റെ ആരംഭ ദിവസമാണ് കുറിച്ചിരിക്കുന്നത്. പ്രവാചക യോഹന്നാന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങുക. ഇന്ന് വരെ പോയതൊക്കെ പോട്ടെ, ഞാൻ ഇനിയും ഒന്ന് ജീവിക്കാം, ഇനിയും ദൈവസന്നിധിയിൽ ഒരുങ്ങാം എന്ന് നിഷ്ഠയോടെ ചിന്തയോടെ ഇന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കണം. ഞാൻ വന്നിരിക്കുന്ന പുണ്യവാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഉപവസിക്കുന്നവനായിരുന്നു, നോമ്പ് നോക്കുന്നവനായിരുന്നു. ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ഞാനും ആ രീതിയിൽ ആയിത്തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാൻ കഴിയണം, എന്ന് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാൻ കഴിയണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.